നമസ്കാരം. ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. ന്യൂസ് എക്സ്പ്രസ് ഇത്തവണയും മറ്റൊരു ജനകീയ വിഷയമായാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. സാധാരണ ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങളും പരാതികളുമായി എത്തിച്ചേരുന്ന പോലീസ് സ്റ്റേഷനുകൾ അവർക്ക് ഭയവും ഭീതിയുമാണോ ഉളവാക്കുന്നത്? പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരോട് അടിമ ഉടമ സ്വഭാവം വെച്ച് പുലർത്തുന്ന ചില ആളുകൾ കാക്കിക്കുള്ളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിലും പോലീസ് സേന ജനകീയമാവണം, ജനങ്ങളോട് മാന്യമായി പെരുമാറണം എന്നുള്ള ഉത്തരവ് നിലവിലുണ്ടെങ്കിലും കാക്കി ഇട്ടാൽ കാപാലികരാകുന്ന ചില ഉദ്യോഗസ്ഥർ ഇന്നും ഉണ്ടതിന്റെ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസം കുണ്ടറയിലുണ്ടായ ഒരു യുവാവിന്റെ മരണം. രോഗിയായ ഒരു യുവാവിനെ ശ്രീജിത്ത് എന്ന പോലീസുകാരൻ മർദ്ദിച്ച് അവശരാക്കിയാണ് അദ്ദേഹം മരണത്തെ പുൽകിയതെന്നാണ് പുറത്തു വരുന്ന വിവരം. പോലീസ് കസ്റ്റഡിയിൽ അദ്ദേഹം ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചതല്ല, പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിനിരയായാണ് ആ യുവാവ് മരണത്തിലേക്ക് ഈ ചെറുപ്രായത്തിലെത്തിയത്. ഈ പോലീസിന്റെ ഇന്ത്യയിൽ മാത്രം നടന്നു വരുന്നൊരിതാണ് പോലീസിന്റെ വാഹന പരിശോധന സമയത്ത് ഇന്ത്യയിൽ നമ്മൾ പോലീസ് എവിടെ വാഹനം നിർത്തുന്നു അവിടേക്ക് നമ്മൾ എത്തിച്ചേരുകയും നമ്മുടെ രേഖകൾ വളരെ അധികാര സ്വഭാവത്തോടെ അവർ പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. എന്നാൽ നേരെ തിരിച്ച് വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ വാഹനം നിർത്തി പോലീസ് വളരെ റെസ്പെക്റ്റോടെ ബഹുമാനത്തോടെ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേർന്ന് നമ്മുടെ രേഖകൾ പരിശോധിച്ച് താങ്ക്സ് പറഞ്ഞ് വളരെ സൗമ്യതയോടെ നമ്മളെ യാത്രയാക്കുന്ന ഒരു സിസ്റ്റമാണ് മറ്റു വിദേശ രാജ്യങ്ങളിൽ നിലവിലുള്ളത്. ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന ജനങ്ങൾ അംഗീകരിക്കുന്ന മാന്യമായി പെരുമാറുന്ന ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥർ സേനയിലുണ്ടെങ്കിലും അവർക്ക് കളങ്കമായി ഇതുപോലെ കാപാലികരായ ചില ഉദ്യോഗസ്ഥരും സേനയിലുണ്ട് എന്നുള്ളതാണ് സത്യം. കുറ്റവാളികളോട് പോലീസ് എങ്ങനെ പെരുമാറിയാലും തങ്ങളുടെ പ്രശ്നങ്ങളുമായി എത്തുന്ന സാധാരണക്കാരോട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്ന ഒരാളായി തീരണം പോലീസ്. ഇതിനു വേണ്ട പരിശീലനം പോലീസിന് നൽകി അതിന് തയ്യാറാകാൻ, അതിന് സജ്ജമാക്കാൻ, പോലീസ് സ്റ്റേഷനുകൾ ജനകീയമാക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ന്യൂസ് എക്സ്പ്രസിന് അധികൃതർ മുന്നിലേക്ക് വെക്കുവാനുള്ള ഒരു വിഷയം.